ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചാർലിയുടെ ഒരു മീൽ പ്രിപ്പ് കണ്ടാലോ. ചാർലിക്ക് ബേസിക്കലി രാവിലെ കിബിൾസും ഉച്ചയ്ക്ക് മീൽസും, പിന്നെ ഉച്ചയ്ക്ക് മീൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസും വെജീസും പിന്നെ അതിന് ഗ്രോത്തും. രാത്രി അവന് വെജീസും മാത്രമാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ഞാൻ കിച്ചണിൽ കയറുമ്പോൾ അവൻ എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് അവിടെയോ അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഈ ഒരു കോർണറിലോ വന്നിരിക്കും കേട്ടോ. ഞാൻ മൂക്കൊണ്ട് സംസാരിക്കും പോലെ ഉണ്ടോ, കോൾഡ് പിടിച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അങ്ങനെ ഒരു വൃത്തിയായിട്ട സൗണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവന് വേണ്ട വെജീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെജീസൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കുള്ളത് വേവിച്ച് വെക്കും. അതാവുമ്പോൾ എനിക്ക് എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് കട്ട് ചെയ്ത് ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. വേവിച്ച് വെച്ചിട്ട് ഓൾറെഡി വേവിച്ച് വെച്ച് ഒരു 3-4 ദിവസത്തേക്ക് വേവിച്ച് വെക്കും. 5 ദിവസം കിട്ടാറില്ല, 4 ദിവസത്തേക്കുള്ളത് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ട പോർഷൻസ് ഡെയിലി ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് വേണ്ട പോർഷൻസ് ഡെയിലി എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഞാൻ മഞ്ഞപ്പൊടിയും ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചിട്ടാണ് ഉച്ചയ്ക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ പംകിൻ കട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും എനിക്ക് പറ്റുന്നൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മുറിയും. ഇതെൻ്റെ മീൽ പ്രിപ്പിൻ്റെ സാധനങ്ങളാട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ ബോറായിട്ട് തോന്നില്ല. അതായത് ഇന്ന് കിച്ചണിൽ കയറണം, കുക്ക് ചെയ്യണം, ആ ഒരു തോട്ട് ഉണ്ടാവില്ല. എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കണം എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി എല്ലാം വെജീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. മാത്രമല്ല ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ വെറുതെ നമുക്ക് ഒരുപാട് ഇരിക്കാൻ ടൈം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഇങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ആക്കാനുള്ള സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കാറുണ്ട് കേട്ടോ. അത് എനിക്കൊരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം മാത്രം കുറച്ച് സ്ട്രെയിൻ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇവന് ഞങ്ങൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പംകിൻ എടുക്കും, കണ്ടില്ലേ, ബീൻസ് എടുക്കും, ക്യാരറ്റ് എടുക്കും, ബീട്രൂട്ട് എടുക്കും, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എടുക്കും. ആ ഒരു ഗ്രീൻ കളറിലുണ്ടോ, അത് എൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ അതും യൂസ് ചെയ്യാറുണ്ട്. ബ്രോക്കലി ഉണ്ടെങ്കിൽ ബ്രോക്കലി, കോളിഫ്ലവർ, സ്പിനാച്ച്, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ഉള്ളതിനനുസരിച്ച് എടുക്കും. ഇന്ന് ഞാൻ ഇതൊക്കെയാണ്. ഗ്രീൻ പീസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഗ്രീൻ പീസ് ഉള്ള ദിവസങ്ങൾ ഞാൻ അത് ഇടാറുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കും. ഇപ്പോൾ വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞൾ ഇടാറില്ല കേട്ടോ. അതായത് ഈ ഒരു ഫുൾ 5 ദിവസത്തേക്കുള്ളത് വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യാറില്ല. പിന്നെ അവന് ഓരോ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇപ്പം ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണിത്. അതിൽ ഞാൻ സ്പിനാച്ച് ഇട്ട് മഞ്ഞളിട്ട് ചിക്കനും കൂടെ ഇട്ടിട്ട് ഇത് ഞാൻ വേവിക്കും. അവന് ഇന്ന് കൊടുത്ത ഫുഡ് ഇതാണ്. അവിലും ആ വെജീസും ചിക്കനും കൊടുത്തു. പിന്നെ അതിൻ്റെ ഗ്രോത്ത് അവൻ നന്നായിട്ട് കുടിക്കട്ടെ. ഇതൊരു ഹെൽത്തി മീലാണ്. ട്രൈ ചെയ്ത് നോക്കുക.